ഇന്ന് കർക്കിടകം ഒന്ന്. സോ അതുകൊണ്ട് തന്നെ രാവിലെ ബീഫ് വാങ്ങാൻ വേണ്ടി പോയി. ഇവിടെ ട്രിവാൻഡ്രം സൈഡിലോട്ട് മാത്രമാണോന്ന് അറിയത്തില്ല, ഇങ്ങനെ കർക്കിടകം ഒന്നിന് ബീഫ് കിട്ടുന്നത് ഒരു പതിവാണ്. ഇത് പ്രേച്ചേട്ടന്റെ അനിയത്തിയാണ്. നമ്മുടെ മിക്ക വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവളെ ആറ്റിങ്ങിലാക്കിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ബീഫ് വെക്കാനുള്ള പരിപാടി തുടങ്ങി. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ബീഫ് വെക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുത്തിയിരുന്ന് ചെറിയുള്ളി തൊലിക്കുന്നതാണ്. പക്ഷെ അതിനാണ് ടേസ്റ്റ് കൂടുതലും. അങ്ങനെ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചീനിയും ബീഫ് കറിയായിരുന്നു. ബീഫും ചിക്കനും ഒക്കെ വെക്കുന്നത് പ്രേച്ചേട്ടനാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്ക്. ഇപ്പൊ ഒരു പതിവാണ് എല്ലാ മാസം 1-2 പ്രാവശ്യം വന്ന് ഗൈനക്കോപ്പി കാണിക്കണം എന്നുള്ളത്. ഇതിനുള്ള ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണി ആയതുകൊണ്ട് തന്നെ OP എടുക്കാൻ ക്യൂ നിൽക്കണ്ട, ഇനി നേരെ ഡോക്ടറിനെ കാണിക്കണം. കുറെ പേര് എന്റെ അടുത്ത് കമന്റിലും നേരിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നതെന്ന്. ഞാൻ ഡോക്ടർ ആശാ ശ്രീധരനെയാണ് കാണിക്കുന്നത്. പാപ്പുടുവിന്റെ സമയത്ത് ഗീതാ ഷാനവാസ് ആയിരുന്നു. ആ മേഡം ട്രാൻസ്ഫർ ആയി പോയപ്പോഴത്തേന് പകരം വന്നതാണ് ഡോക്ടർ ആശാ ശ്രീധർ. ശരിക്കും ആ മേഡം നമ്മുടെ അടുത്ത് ഭയങ്കര കാമായിട്ടും അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ശ്രുതിയേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു RR തട്ടുകട വരുന്നത്. അങ്ങനെ ഇവിടെ കയറിയിട്ട് നമ്മൾ ചായയും ഏത്തക്കാപ്പും ഒക്കെ കഴിച്ച് നമുക്ക് കുറെ അധികം ഫേവറേറ്റ് ഫുഡ് സ്പോട്ടുകൾ കാണത്തില്ലേ, അങ്ങനെയുള്ള ഒരു ഫുഡ് സ്പോട്ടുകളിൽ ഒന്നാണ് ഈ ഒരു കട. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ശ്രുതിയേച്ചിയുടെ വീട്ടിലോട്ടാണ്. രാമോസിന് ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞ്, അതുകൊണ്ട് തന്നെ അവനും ദുവയ്ക്കും ഇപ്പൊ നല്ല കുസൃതിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദുവ ആരാണെന്ന്. നമ്മുടെ പാപ്പുട് തന്നെയാണ് ദുവ. അവനെ ഞാനും പ്രേച്ചേട്ടനും ഒക്കെ വിളിക്കുന്നത് ദുവ എന്നാണ്. അങ്ങനെ അവരുടെ കളിയും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാ. ചെറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ ആകെ മാറി, മൊത്തത്തിൽ മോഡിഫൈ ചെയ്തെടുത്ത്. ഇന്ന് അനിയത്തി അശ്വതിയും ജിഷ്ണുവേട്ടനും മിയാമിയും എല്ലാരും കൂടെ തിരിച്ച് വയനാട് പോവുക. അശ്വതിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് വയനാട്ടിലോട്ടായിരുന്നു. അശ്വതി എന്ന് പറയുന്നത് പ്രേച്ചേട്ടന്റെ മൂത്തേമ്മയുടെ മോള. അങ്ങനെ നമ്മളൊക്കെ ട്രെയിനിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. 9:05 വരേണ്ട ട്രെയിൻ വന്നത് 9:50. പിന്നെ നമുക്ക് ഇന്ത്യൻ റെയിൽവേനെ കുറ്റം പറയാൻ പറ്റില്ല. കറക്റ്റ് സമയത്ത് ട്രെയിൻ കിട്ടുന്നത് എന്തോ ഒരു വലിയ പുണ്യമാണ്. ഓടിക്കളിക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ജാനും ദുവയും മിയാമിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരുന്നു. അങ്ങനെ നമ്മുടെ പാപ്പുടുവിന്റെ മിയാമി ഇന്ന് പോവാണ്. ഇവര് തമ്മിലൊരു അപ്പാപ്പൻ അമ്മാമ്മ ബന്ധമാണ്. പാപ്പുടു മിയാമിനെ വിളിക്കുന്നത് അപ്പാപ്പനെന്നും മിയാമി പാപ്പുടുവിനെ വിളിക്കുന്നത് അമ്മാമ്മ എന്നുമാണ്. ഫൈനലി ട്രെയിൻ എത്തി. അങ്ങനെ അശ്വതിയും ജിഷ്ണുവേട്ടനും മിയാമി ഇന്ന് പോവുകയാ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളിച്ചിറ വീട്ടിൽ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ദിവസങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. ആൾക്കാർക്കൊക്കെ ഭയങ്കര അതിശയാണ് കോളിച്ചിറയിൽ ഇത്രയും ചെറിയ വീട്ടിൽ 10-15 പേര് ഒത്തെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാവുന്നല്ലേ. ആൻഡ് ബൈ ബൈ ഫ്രം പാപ്പുഡൂസ് വ്ലോഗ് ആൻഡ് കാച്ച് യു ഓൺ അവർ നെക്സ്റ്റ് വീഡിയോ.